ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൃത്യമായിട്ട് പ്രൈവറ്റ് PPP മോഡല് കൃത്യമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ഈ ബജറ്റിൽ കാണുന്നുണ്ട്. അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഓൾറെഡി മുന്നേ ഉള്ള LDF ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഫോറിൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ അടക്കം ഉള്ള കാര്യങ്ങളിൽ വെൽക്കമിംഗ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരിക്കും ഗവൺമെൻറ്റിനെന്ന് അത് തന്നെ പിന്തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി ഓട്ടോണമി പദവി മുതലായവ കൊടുക്കുന്ന ഒരു രീതിയും കൂടി കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ വെൽക്കം ചെയ്യുമ്പോൾ ഇക്വിറ്റി എന്ന് പറയുന്ന ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇൻ്റർഫിയറൻസ് അവിടെ കൊണ്ടുവരാം, മോണിറ്ററിങ് കൊണ്ടുവരാം. നമുക്കെല്ലാവർക്കും അറിയാം, കൃത്യമായിട്ട് ഒരു നല്ലൊരു സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു നല്ല ജനസമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്ക് ഒരിക്കലും നാളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്രാപ്യമായ ഒരു കാര്യമായി വരാൻ പാടില്ല. അത് കൃത്യമായിട്ട് നോക്കാൻ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലുകൾ അതിലുണ്ടാവണം. ഇപ്പം നമുക്ക് ഹോസ്പിറ്റൽസിൻ്റെ കാര്യം അറിയാം. MNCs കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ. അവിടെ ഉണ്ടാവുന്ന ഇപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ ഒരു സാധാരണക്കാരന് അവൻ്റെ ഫാമിലി ബഡ്ജറ്റ് താളം തെറ്റുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ക്ലിനിക്കുകളൊക്കെ പൂട്ടിപ്പോവുകയും ചെയ്തു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള അവിടെ ഒരു കൃത്യമായ ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററിങ് ഇല്ല. അതെല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള രീതിയിൽ ഇതിനെ കണ്ടാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഇതിനകത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ.